ഇറ്റലിയുടെ ഭൂപടത്തിൽ വത്തിക്കാന്റെ ഭാഗത്ത് ഇസ്ലാമിക പതാക നാട്ടപ്പെട്ടതായുള്ള ചിത്രം. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതുപോലെ ഞങ്ങൾ റോമും കീഴടക്കും എന്ന ലിഖിതവും ഗാസയിലെ ഒരു ഉന്നത ഹമാസ് കമാൻഡറുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രവും അതിലെ വിവരണവും ക്രൈസ്തവ ലോകത്തെ മാത്രമല്ല തീവ്രവാദ അജണ്ടകളെ വെറുക്കുന്ന ഏവരെയും അക്ഷരാർത്ഥത്തിൽ ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ്. പുരാതന ക്രൈസ്തവികതയുടെ കേന്ദ്രവും പിന്നീട് ഇസ്ലാമിക അധിനിവേശത്തിനിരയായ തുർക്കിയിലെ കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനവും തുടർന്ന് റോമിന്റെ കീഴടങ്ങലും പ്രതിപാദിക്കുന്ന ഹദീസലേതെന്ന് സൂചിപ്പിക്കുന്ന വാചകമാണ് ചിത്രത്തിൽ ഉള്ളത്. ജിഹാദ് നടത്തുന്നതിനും അതിൽ വിജയിക്കുന്നവർക്ക് അധികാരം വാഗ്ദാനം ചെയ്യുന്ന ഒരു വരിയും ചിത്രത്തിൽ ഉണ്ട്. തങ്ങളുടെ നിലനിൽപ്പിനും അവകാശങ്ങൾക്കുമായി പൊരുതുന്ന ധീര പോരാളികളെന്ന പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ഹമാസ് തീവ്രവാദികൾക്ക് ചമച്ചു നൽകിയ പരിവേഷങ്ങളെ അടിസ്ഥാനരഹിതമാക്കുന്ന ചിത്രമാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇസ്ലാമിക ജിഹാദിലൂടെ യഹൂദരെയും ക്രൈസ്തവരെയും തുടച്ചുനീക്കി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ഹമാസ് തീവ്രവാദികളെയും നയിക്കുന്നതെന്ന് അവരുടെ നേതാക്കളുടെ മുൻ പ്രസ്താവനകളിൽ നിന്ന് ലോകം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇസ്രായേൽ എന്ന യഹൂദ രാഷ്ട്രം ഇല്ലാതാക്കി തൽസ്ഥാനത്ത് ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെ അവസാനിക്കുന്നില്ല ഹമാസിന്റെ ആസൂത്രിത നീക്കങ്ങൾ. ശനിയാഴ്ച ആചരണക്കാരെ കീഴടക്കി കഴിഞ്ഞതിനു ശേഷം ഞായറാഴ്ച ആചരണക്കാരുടെ ഉന്മൂലനം ലക്ഷ്യമിടുന്നു എന്നാണ് അവരുടെ തന്നെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത്. കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതുപോലെ വത്തിക്കാനിലിരുന്ന് ഭരിക്കാൻ റോം കീഴടക്കി ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്ത് ലോകം മുഴുവൻ ഇസ്ലാമിക് ഖിലാഫത്ത് സ്ഥാപിക്കുക എന്നത് അവരുടെ ദീർഘകാല അജണ്ടകളിൽ ഒന്നാണെന്ന് മുൻപ് പലപ്പോഴും അവരുടെ നേതാക്കൾ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന ചിത്രം അടിവരയിട്ട് തെളിയിക്കുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ഈ ചിത്രം ആദ്യമായി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഹമാസ് തുറന്നുവിട്ടിരിക്കുന്നത് വെറും ഒരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് തീവ്ര ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അനുസരിച്ച് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാനുള്ള ആസൂത്രിത കരുനീക്കങ്ങളാണെന്നും തികച്ചും മതതീവ്രവാദ ലക്ഷ്യത്തോടെ ഉള്ളതാണെന്നും ഹമാസിന്റെ ലക്ഷ്യങ്ങളിൽ പ്രധാനം റോം കീഴടക്കി ക്രൈസ്തവർക്ക് മേൽ അധികാരം നേടുക എന്നതാണെന്നും ഇനിയെങ്കിലും ഹമാസ് അനുകൂലികൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലുള്ള പ്രത്യാഘാതങ്ങൾ കഠോരമായിരിക്കും.